അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരികയും നിങ്ങളെ കർത്താവ്
ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുക ആകുക ഉടമ്പടിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. റോമ 1:6 യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ ആ ബന്ധം എന്ന് പറയുന്നത് സ്വന്തമെന്നുള്ള ഒരു ബന്ധമാണുള്ളത്. അത് അങ്ങനെ വരണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിലൂടെയാണ്. അതാണ് എസെക്കിയേലിൽ നമ്മൾ വായിച്ചത്. വാഗ്ദാനത്തിലൂടെ ഉടമ്പടി വഴി ഞാൻ നിന്നെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയെന്നാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം A-Z കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിലും. പിന്നെ നമ്മളെപ്പോഴും ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഒരു ഉടമ്പടി ദൈവമായിട്ട് എടുക്കും, അത്തരം പല ഉടമ്പടി പല അലപലാദികളായിട്ട് എടുക്കും. അതായത് ദൈവമായിട്ടൊരു ഉടമ്പടി, പിന്നെ അജ്ഞാതമായ കുറേ ഉടമ്പടി കുറേ ആൾക്കാരോട് എടുക്കും. കാര്യം നിങ്ങൾക്കറിയാലോ, ഒരു ഉടമ്പടിയും നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിന് നിരക്കാത്ത കുറേ ഉടമ്പടികൾ ഉണ്ടാകും. അതാണ് നമ്മുടെ ഉടമ്പടിയിൽ ആൾക്കാർക്ക് പണി കിട്ടുന്നതിൻ്റെ കാര്യം. അതാണ് പണി കിട്ടണമല്ല, ആൾക്കാർക്ക് വിചാരിക്കേണ്ട രീതി ഫലം ഉണ്ടാകാത്തതിൻ്റെ കാരണം ഇവർ രഹസ്യ ഉടമ്പടി, പരസ്യ ഉടമ്പടി ദൈവമായിട്ടും രഹസ്യ ഉടമ്പടി വേറെ ആൾക്കാരെടുക്കും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്. ആശ്രയം ആരിൽ വെച്ചാലും അത് ഉടമ്പടി റിലേഷനായിട്ട് വരും ഫലത്തിലേ. സങ്കീർത്തനം 118:8-9 മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അതായത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ദൈവമായിട്ടാണ് നമുക്ക് ഉടമ്പടി, പരസ്യ ഉടമ്പടി വരുന്നത്. പക്ഷെ പല ആൾക്കാരും നിലപാടിൽ വേറെ പലയായിട്ട് രഹസ്യ ഉടമ്പടി വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി ചില ആൾക്കാർ ഭരിക്കാതെ വരണത്. അതായത് പ്രഭുക്കന്മാർ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരെയും പ്രഭുക്കന്മാരെ കൊണ്ടുവന്നാലും പൊന്നു കൊണ്ടുവന്നാലും വേറെ എന്ത് കൊണ്ടുവന്നാലും ഈ ഉടമ്പടി ഡാമേജാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ദൈവമായിട്ടുള്ള ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ള വളരെ ഉടമ്പടിക്ക് നിരക്കാത്ത ബന്ധങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന, ദൈവാനുഭവം കിട്ടിയവന് പിന്നെ വേറെ ഒന്നും ചോദിക്കത്തില്ല. ദൈവത്തെ എടുക്കുക, ദൈവത്തെ മാത്രമേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നോക്കുക. എൻ്റെ പേര് ലിൻസി ജോൺസൺ. ഞാൻ തൊടുപുഴ കരിമണ്ണൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോനാണ്, പേര് ജെറിൽ ജോൺസൺ. ഞാൻ 2019 മുതൽ ഇവിടെ ഉടമ്പടിയിൽ ആണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കൃപാസനം പത്രം തന്നു. അപ്പോൾ ആ പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്കിവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ചേച്ചി പിന്നീട് ഒരു ദിവസം പോകാൻ സമയത്ത് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തില്ല. പിന്നീട് ഒരു ദിവസം മോനെയും കൂട്ടി ഇവിടെ വന്ന്, മോനുണ്ടാകുന്ന സമയത്ത് ഫ്ലൂയിഡ് ഇല്ലാതെ കിടന്നുണ്ടായി. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ മോനെയും കൊണ്ട് വന്ന് പ്രാർത്ഥിച്ച്, സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അവനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് മുടങ്ങാതെ സ്കൂളിൽ ഇവന് പോകാൻ സാധിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് ഇവിടുന്ന് അച്ഛനെ കണ്ട്, അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് തിരിച്ചു വിട്ടു. അങ്ങനെ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ അവന് സ്കൂളിൽ പോകാൻ സാധിച്ചു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അവനുണ്ടായില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മോനൊരു വയറുവേദന ഉണ്ടായി. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം കുടിക്കാത്തതിൻ്റെ, ഇവന് വെള്ളം കുടിക്കാൻ മടിയാണ്. അപ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മാസം ഗ്യാസിൻ്റെ മരുന്നും അങ്ങനെ ഓരോ മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ യാതൊരു കുറവും ഉണ്ടായില്ല.
പിന്നീട് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുടലിന് ഗ്യാസ് കയറി കുടൽ മൊത്തം വീർത്ത് കെട്ടിയിരിക്കുവാണ്. അപ്പോൾ നമുക്കൊരു സർജറി വേണ്ടി വരും. നിങ്ങൾ അതിനു മുമ്പായിട്ട് കുറച്ച് സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്ത് നോക്കണം. ഡീറ്റെയിൽഡ് സ്കാനിങ് ആണ്. ഇപ്പം മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കുറേ സമയം എടുക്കും. അതിനായിട്ട് ബുക്ക് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബുക്കിംഗ് ഇല്ലായിരുന്നു. എല്ലാം അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞ് ഞങ്ങളെ തിരിച്ചയച്ചു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായി. എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. നിസ്സാര കാര്യമെന്ന് ഓർത്തുകൊണ്ടിരുന്നെടുത്ത് ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സർജറി വേണ്ടി വരുമായിരിക്കും, കുടൽ ബ്ലോക്കാണെന്നൊരു സംശയമുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു. അതിന് പ്രകാരം ഞങ്ങൾ അവിടെ സ്കാനിങ്ങിലുള്ളത് പിറ്റേ ദിവസം പോയി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് തൈലം പൂശി ജോസഫ് അച്ഛനും എൻ്റെ കയ്യിൽ കാശുരൂപം വെഞ്ചിരിച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സൈത്ത് പൂശി അവൻ്റെ വയറിൽ പൂശി അച്ഛൻ പ്രാർത്ഥിച്ചു. പേടിക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി. അതിന് ശേഷമാണ് ഞങ്ങൾ സ്കാനിങ്ങിന് പോയത്. അപ്പോൾ അച്ഛൻ സ്കാനിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് മോൻ്റെ വയറ് ഗ്യാസ് കെട്ടി വീർത്തിരുന്ന വയറായിരുന്നു. ഒരു രീതിയിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാതെ ഇരുന്നതാണ്. അത് അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം തൊട്ട് വയറ് നല്ലോണം ചുങ്ങാൻ തുടങ്ങി. ഞങ്ങൾ സ്കാനിങ്ങിന് ഡേറ്റ് എടുത്തത് കൊണ്ട് അവിടെ പോയി സ്കാൻ ചെയ്തു. അന്നേരം സ്കാൻ ചെയ്ത് അവിടുത്തെ കയറുന്നതിന് മുമ്പ് ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഡോക്ടറുടെ അടുത്ത് നിന്ന് തന്ന ആ റിപ്പോർട്ടിലും ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെ സ്കാനിങ്ങിന് കൊടുത്തത്. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ഇവന് ഭയങ്കര പേടിയായിരുന്നു. എക്സ്റേ എടുക്കുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇവൻ ഒരു രീതിയിൽ അടങ്ങി കിടക്കില്ലായിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ചേച്ചി ഞാൻ ഇവൻ്റെ കയ്യിലൊരു കാശുരൂപം കൊടുത്തോട്ടെ, ഇവന് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അതിനെന്താ മോളെ, ഞാനും കൃപാസനത്തിൽ പോകുന്ന ആളാണ്, ധൈര്യമായിട്ട് കൊടുത്തോ, ഒരു കുഴപ്പവും വരികയില്ല, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞു. അന്ന് ഡോക്ടറെ കാണാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളോട് ഇനി ചെല്ലുന്ന ദിവസം സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ ഞങ്ങളോട് പറഞ്ഞു വിട്ടതായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം സ്കാനിങ് റിപ്പോർട്ടും മേടിച്ച് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കാണുന്നതിന് മുമ്പും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ അകത്തൊന്നും കാണാനില്ല, എന്ത് അത്ഭുതമാണ് സംഭവിച്ചത്, നീ ഞങ്ങളെ പേടിപ്പിച്ചതായിരുന്നല്ലോടാ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒന്നുമില്ലല്ലോടാ, ഗ്യാസിൻ്റെ ചെറിയ പ്രശ്നം മാത്രമേ കാണാനുള്ളൂ, അതും ഇപ്പോൾ വയറ് നോർമലായി, ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മോന് മാതാവ് ഈശോ വഴി പൂർണ്ണ സൗഖ്യം നേടിത്തന്നു. പിന്നെ 2025 ജൂലൈയിൽ ഞാൻ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണപ്പോൾ എൻ്റെ പിള്ളേരുടെ ഊഞ്ഞാലിൽ തട്ടി എൻ്റെ കാല് നിലത്തുനിന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ മുഖം അടിച്ച് ഒരാളെടുത്ത് അടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ, കാലയെ പിടിച്ചടിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഞാൻ വീണത്. എൻ്റെ മുഖം മൊത്തം നീര് വെച്ച്, എൻ്റെ കണ്ണൊക്കെ കറുത്ത്, ചുറ്റിനും കറുത്ത്, വായെല്ലാം പൊട്ടി, പല്ലെല്ലാം കൊണ്ട് വായ്ക്കകമെല്ലാം പൊട്ടി, മൂക്കിനും പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡ് നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടുന്ന് ഒരു പ്രകാരത്തിൽ ഇറങ്ങി വന്ന് അടുത്തുള്ള ചേച്ചി വിളിച്ച് അവർ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ വീണപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാതാവേ എനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ മാതാവ് ഇടപെട്ട് ഒരു കുഴപ്പവും വരാതെ എന്നെ രക്ഷിച്ചേക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ അന്നേരം തൊട്ട് ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് മൂക്കയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ, എൻ്റെ അടുത്തുള്ള ചേച്ചിയാണ്, വീട്ടിൽ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ആ ചേച്ചി എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ നോക്കിക്കഴിഞ്ഞപ്പം എക്സ്റേ എടുത്തു. എക്സ്റേയിൽ ഒന്നും കാണാനില്ല. മൂക്കിൻ്റെ ഉള്ളിലൊരു മുറിവുണ്ട്, 2 മുറിവുണ്ട്, നല്ല മുറിവാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ തന്നു, ഇൻഫെക്ഷൻ ആകാതിരിക്കാനൊക്കെയുള്ള തന്നു. പക്ഷേ പൊട്ടലുള്ളത് അവർ കണ്ടുപിടിച്ചില്ലായിരുന്നു, അവർ കണ്ടിട്ടില്ലായിരുന്നു.
ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാൻ ഒരു കുഴപ്പവും വരുത്തരുതേന്ന് പറഞ്ഞതുകൊണ്ടാവും അത് അവർ കണ്ടിട്ടില്ല, എന്നെ തിരിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്നോട് അവർ പറഞ്ഞു വിട്ടു, തലയനക്കരുത്, ഒരു പണികളും ചെയ്യരുത്, റെസ്റ്റ് എടുത്താൽ മാത്രം മതി. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് ഛർദ്ദിക്കുകയോ തല ഇറങ്ങി വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്നാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടു. 2 ദിവസം കഴിഞ്ഞിട്ടും മുഖത്ത് നീരിനൊട്ടും കുറവില്ല, നീര് കൂടി വരുക, വേദനയും കൂടുന്നു. അപ്പോൾ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു. അപ്പോഴാണ് മൂക്കിന് പൊട്ടലുണ്ട്, എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് അവർ പറഞ്ഞ് അപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ തൈലം പുരട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇത് പകുതി കൂടുതൽ മൂക്ക് ജോയിൻ്റായി, ഇനിയിപ്പം നമുക്ക് സർജറി ചെയ്യേണ്ട, മോക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് വലിച്ച് പൊട്ടിച്ചിട്ട് വേണം ഒന്നും കൂടി ചേർത്ത് വെച്ച് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരുപാടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഴ്ചയിൽ നിന്ന് ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അമ്മയുടെ തൈലം ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ചെറിയ വീണപ്പോൾ തന്ന ബ്ലഡ് ക്ലോട്ടാതിരിക്കുക അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ മരുന്നുകളൊന്നും അന്നേരം ഞാൻ കഴിച്ചതുള്ളൂ, വേറെ ഒന്നും ഞാൻ കഴിച്ചില്ല. വേദനയ്ക്കുള്ള പെയിൻ കില്ലർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു. പിന്നെ എനിക്കുണ്ടായത്, ഞാൻ തലവേദന മൈഗ്രെയിനായിട്ട് വർഷങ്ങളോളം എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എന്ന് പറയണ പോലെ എപ്പോഴും തലവേദനയായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യമായിരുന്നു, എൻ്റെ തലവേദന എനിക്ക് മാറിക്കിട്ടണേ മാതാവെന്ന്. അങ്ങനെ ഇപ്പം എനിക്ക് ആ തലവേദനയില്ല. അങ്ങനെ തലവേദനയിൽ നിന്നും മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ഞാൻ മാതാവിനോട് ക്ഷമയാചിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന ആളാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണാനുള്ള അനുഗ്രഹം മാതാവ് തന്നു. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുകയും മറ്റുള്ളവരെ പാവങ്ങളെ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിലൊക്കെ പോയി കണ്ട് എന്നെക്കൊണ്ടാവുന്ന ഒരു തുക എല്ലാ മാസവും അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും മരുന്ന് വാങ്ങിക്കാനോ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസയൊന്നും എൻ്റെ കാണിയല്ല, എന്നാലും ഉള്ളതനുസരിച്ച് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട്. അമ്മ മാതാവ് തിരുക്കുമാരൻ എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുകയാണ്. എൻ്റെ കൊച്ചിന് സർജറി കൂടാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞെടുത്തുനിന്നാണ് മാതാവ് എന്നെ രക്ഷിച്ചത്, എൻ്റെ കൊച്ചിനെ രക്ഷിച്ചു തന്നത്. മാതാവിനോട് ഇന്ന് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. പേര് സെൽവി, ഞാൻ കോഴിക്കോട് കൂടന്നിൽ നിന്നാണ് വരുന്നത്, ചാത്തമംഗലം ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി കൃപാസനത്തിലേക്ക് കടന്നു വന്നത് 2019 ജീവിതത്തിൽ ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത്, ജപ്തി നടപടി നേരിടുന്ന സമയത്താണ് ഇവിടെ കടന്നു വന്നത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ടല്ല വന്നത്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ കൂടെ വന്നവരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അത് 3ാമത്തെ പുതുക്കലിന് സമയത്ത് എൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് അത്ഭുതകരമായിട്ട് ആ ജപ്തി നടപടികൾ നേരിടുന്ന 5 ലക്ഷം രൂപ അടക്കാനായിട്ട് ഒരു നിവൃത്തിയില്ലാതിരുന്ന സമയത്ത്, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലരിൽ നിന്നായിട്ട് പൈസ കിട്ടി. ആ പൈസ അടക്കാനും ജപ്തി നടപടി പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞങ്ങളുടെ ആധാരം തിരിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. പിന്നീട് പല കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് ഉടമ്പടി അങ്ങോട്ട് ലാഗ് ചെയ്തു. പിന്നീട് രണ്ടാമത് ഞങ്ങളുടെ വീടിൻ്റെ ആ ചെറിയൊരു വീടായിരുന്നു, ആ വീട് പുതുക്കി പണിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ പുതുക്കി പണിയാനായിട്ട് ഇവിടെ വന്ന് നിയോഗം വെച്ചെങ്കിലും പിന്നീട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. എന്നായിരുന്നാലും പ്രാർത്ഥനയുണ്ടായിരുന്നു. ഉടമ്പടി പ്രത്യക്ഷീണ പ്രാർത്ഥനയൊക്കെ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് മുടങ്ങി പോകുമായിരുന്നു. പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ പണിയൊക്കെ തുടങ്ങി. 2021 വീടിൻ്റെ പണി തുടങ്ങിയെങ്കിലും വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പറ്റാതെ ഏറെ വിഷമിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം
അവന് 2021 തുടങ്ങി ഞങ്ങൾ വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഒരു കാര്യവും നടക്കാൻ തടസ്സങ്ങളായിരുന്നു, പല പല തടസ്സങ്ങളായിരുന്നു. കാര്യങ്ങൾ വരുമ്പോഴും ഒന്ന് അടുപ്പിച്ച് വരുമ്പോഴേക്കും പല തടസ്സം കൊണ്ട് മാറിപ്പോകുമായിരുന്നു. ഈ 2 നിയോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ വെച്ചിരുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ പണിയും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും മകൻ്റെ വിവാഹവും. 2024 ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയായിരുന്നു. ഉടമ്പടിയൊക്കെ ലാഗ് ചെയ്താണ്ട് എനിക്ക് പുതിയതായിട്ടൊന്ന് ഉടമ്പടി എടുക്കുമെന്ന് തോന്നി. ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കൽ പോലും ആ ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ആ ഉടമ്പടിയിലെ നിയമം അനുസരിച്ച് തന്നെ പൂർത്തിയാക്കാനായിട്ട് ശ്രമിച്ചു. ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്കത് നിസ്സാരമായിട്ടത് നടത്താൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. കാരണം അത്യാവശ്യം ബൈബിൾ വായനയുണ്ട്, കാരുണ്യപ്രവർത്തനം വിൻസെൻ്റ് പോളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമ്പടിയൊക്കെ പൂർണ്ണമായിട്ടും പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെൻ്റെ കഴിവ് കൊണ്ട് ഒരിക്കലും നേടാൻ സാധിക്കുകയില്ല, അത് മാതാവിൻ്റെ കൃപ തന്നെ വേണമെന്ന്. പിന്നീട് ഞാൻ 2024 ഉടമ്പടി എടുത്തപ്പോൾ ആ മാതാവിൻ്റെ കൈപിടിച്ച് തന്നെ എൻ്റെ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ആ ഈവനിങ്ങിലെ പ്രാർത്ഥനയിൽ പറയുന്ന പോലെ തന്നെ ഉടമ്പടി പൂർത്തിയാക്കാൻ മാതാവെ എന്നെ സഹായിക്കണമേ, എനിക്ക് കഴിയില്ല, നീ എൻ്റെ കൂടെ വരണം. അങ്ങനെ എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഉടമ്പടി പാലിച്ച് തന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തുമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഡെയിലി പ്രേയറിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് എന്തെങ്കിലും തരത്തിൽ മുടക്കം വന്നാൽ പോലും ഞാൻ അത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞിട്ടേ വേറെ ഏത് ജോലിയും ചെയ്യുമായിരുന്നുള്ളൂ. അതുപോലെ ആ ഉടമ്പടി പാലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വീട് പണി പലപ്പോഴും സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ട്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് പറയുമ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തം, ആ ദുരന്തത്തെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നാണ് മാതാവ് നമ്മളെ സഹായിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒത്തിരിയേറെ കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവുകളെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എങ്ങനെയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ വന്ന ആ പ്രതിസന്ധികളെ തരണം ചെയ്തത്, അതുപോലെ മാതാവ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും ഞാൻ രാത്രിയിൽ എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാൻ നേരത്ത് കുറച്ച് നേരം ഞാൻ മാതാവിൻ്റെ അടുക്കലിരിക്കും, പ്രാർത്ഥിക്കും. അന്നേ ദിവസം കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയും. അതുപോലെ മാതാവിനോട് പറയും, മാതാവേ നാളത്തെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊന്നും അറിയില്ല. ഒത്തിരിയേറെ സാമ്പത്തികമായിട്ട് തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോയിരുന്നത്. ആ സമയത്തെല്ലാം മാതാവിൻ്റെ കരം പിടിച്ച് നാളത്തെ കാര്യം എങ്ങനെ നടത്തും, അതേപോലെ ലോൺ അടക്കാനായിട്ടൊക്കെ വരുമ്പോൾ മാതാവിനോട് ഞാൻ പറയും, മാതാവേ നീ തന്നെ എനിക്ക് വഴി കാണിച്ചു തരണം, നീ അല്ലാതെ ഒരു മാർഗ്ഗം എൻ്റെ മുമ്പിലില്ല എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം അത്ഭുതകരമായിട്ട് തന്നെ ആ പൈസ അടക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരുമായിരുന്നു. അതൊക്കെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, മാതാവേ നീ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്തു, നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു, അപ്പോൾ എങ്ങനെ പ്രതിസന്ധി തരണം ചെയ്തു, അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്ന് ഇടപെടണമേ. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനും മകൻ്റെ വിവാഹം ഉറപ്പിച്ചു. പക്ഷെ അത് നടത്താനായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വഴിയില്ല. കാരണം അവൻ്റെ ജോലി നഷ്ടപ്പെട്ട് വേറെ ജോലിയിലേക്ക് കയറി. അപ്പോഴെല്ലാം ഒത്തിരിയേറെ പ്രതിസന്ധികൾ തന്നെയാണ്. എന്നും സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഒരു തൂങ്ങുന്ന വാള് പോലെയായിരുന്നു. അതിനെ മറികടക്കാനായിട്ട് ഈശോ ആ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നത് ഈ ഉടമ്പടി. അപ്പോൾ എന്തും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇതേപോലെ തന്നെ കടത്തിൻ്റെ മുമ്പിൽ തകർന്നിരിക്കുന്ന സമയത്തെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ കരം പിടിച്ച് നടത്തുന്നത് പോലെ എല്ലാം ഇപ്പോഴും എനിക്ക് ശക്തി തന്ന കൂട്ട് തന്നെയാണ്. എന്നൊരു ശക്തിയായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ. എന്നും രാത്രി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നെ ശക്തിപ്പെടുത്തും, കൂടെ ഇരുന്ന് ഭയപ്പെടേണ്ട എന്നുള്ള രീതിയിലേക്ക്. അതുപോലെ ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യണം, വീട് പണി പൂർത്തിയാക്കുകയും ചെയ്യണം. അതിന് യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ കാനായിലെ കല്യാണ വിരുന്നിൽ നീ എങ്ങനെയാണ് ആ വീടിൻ്റെ അപമാനത്തിന് രക്ഷിച്ചതുപോലെ ഞങ്ങളുടെ മകൻ്റെ വിവാഹം സമയത്ത് തന്നെ നടക്കണം, അത് മുടങ്ങരുത്. അതേപോലെ വീടിൻ്റെ പണി അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ കിടക്കാൻ സാധിക്കില്ല. ഒത്തിരിയേറെ ആ ഒരു പ്രതിസന്ധിയിലായിരുന്നു, അതൊന്നും പൂർത്തിയാക്കാൻ പറ്റാത്തത് മൂലം.
ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞപ്പോൾ മാതാവ് ഇതുപോലെ എന്നെ കരം പിടിച്ച് മാതാവ് മുന്നിട്ട് നിന്ന് ഞങ്ങളുടെ വിവാഹവും അതേപോലെ തന്നെ വീടിൻ്റെ പണിയും പൂർത്തിയാക്കിയത് മാതാവ് തന്നെ തൻ്റെ തിരുക്കുമാരനോടൊപ്പം വന്ന് ഞങ്ങളുടെ മകൻ്റെ വിവാഹം ആർഭാടമായിട്ടല്ല, അത്യാവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ആത്മീയ മേഖലകളും ആ വിവാഹത്തിൻ്റെ കുദാശ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ വീടിൻ്റെ പണിയും എല്ലാം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം മാതാവ് ഇടപെട്ടത് മൂലമാണ്. അത് തന്നെ തിരുക്കുമാരനോടൊപ്പം വന്ന് മാതാവ് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യവും വീടിൻ്റെ പണിയുടെ കാര്യവും എല്ലാം ഭംഗിയാക്കി തന്ന് അനുഗ്രഹിച്ചു. അതേപോലെ നേർച്ച വസ്തുക്കൾ ഞാൻ എല്ലാ ദിവസവും തൈലം തേച്ച് കുരിശ് വരച്ചിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുകയുള്ളൂ. അതെനിക്കൊരു ധൈര്യമായിരുന്നു. എപ്പോഴും ഞാൻ 2 വീലർ ഓടിക്കുമ്പോഴെല്ലാം എന്നെങ്കിലും ഒരു ദിവസം അയ്യോ ഞാൻ തൈലം തേച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. പക്ഷേ ഇന്ന് ഞാൻ തൈലം തേച്ചിട്ടേ പുറത്ത് പോകുള്ളൂ. അതേപോലെ തന്നെ കാശ് ഉപയോഗിച്ച് എന്നും എൻ്റെ ശക്തിയാണ്. എനിക്ക് പല അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഈ മാതാവിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥന തന്നെയാണ്. 2 പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ എൻ്റെ മകൻ്റെ വണ്ടിയിൽ നിന്ന് വണ്ടി ഇടിച്ച് തെറിച്ചിട്ട് ഞാൻ വീണതുപോലും ഞാൻ അറിഞ്ഞില്ല. ഞാനെങ്ങനെ താഴെ കിടന്ന് റോട്ടിൽ ഏറ്റവും വലിയ റോഡുള്ള എരഞ്ഞിപ്പാലം റോട്ടിലാണ് ഞാൻ വന്ന് വീണത്. ആ വീണ് കിടന്നപ്പോൾ ഞാൻ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ ബാക്കിൽ മുഴുവൻ വണ്ടികൾ നിരന്ന് നിൽക്കുകയാണ്. പക്ഷേ ഞാൻ വീണത് എങ്ങനെ വീണതാണെന്ന് അറിയില്ല. കൊച്ചിനോട് ഞാൻ ചോദിച്ചു, എൻ്റെ മോനെ ഞാൻ എങ്ങനെ വീണത്, ഞാൻ വീണത് അറിഞ്ഞില്ലല്ലോ, എങ്ങനെ വീണതെന്ന് പറഞ്ഞപ്പോൾ അവന് അമ്മിച്ചി ഭയങ്കര സ്ലോ മോഷനിലാണ് വന്ന് വീണതെന്ന്. അപ്പോഴാണ് ഞാൻ ഓർക്കണേ മാതാവിനെ മടിയിലേക്ക് മാതാവിനെ താങ്ങിയതാണ്. കാരണം വണ്ടിയിലേക്ക് ഒരു വണ്ടി വന്ന് ഇടിച്ചിട്ട് ഞാൻ മാത്രം തെറിച്ചു പോയിട്ടും ഞാൻ ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവിനെ കാത്തു. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വെള്ളത്തിൽ തെന്നി വീണിട്ടും ആ സമയത്തും ഒരു കുഴപ്പമില്ലാതെ എന്നെ സംരക്ഷിച്ചു. ഇത്രയേറെ സംരക്ഷണം എനിക്ക് കിട്ടിയത് ഞാൻ ഉടമ്പടിയിലായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മാതാവിൻ്റെ ഒരു സംരക്ഷണം ആ സമയത്തെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ അതേപോലെ തന്നെ വീടിന് കടം തീരാനായിട്ട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും എടുത്തുനിന്ന് ഞാൻ ഓരോ ജപമാല ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഓരോ രഹസ്യവും അവസാനിപ്പിക്കുന്നത്. അതെനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഇതേപോലെ തന്നെ 2-3 ലക്ഷം രൂപ അടയ്ക്കേണ്ട സമയത്ത് ഒത്തിരിയേറെ പ്രതിസന്ധിയായിരുന്നു. ആ സമയത്ത് എനിക്ക് വഴി കാണാതിരുന്നപ്പോൾ ഞാൻ അന്ന് മുട്ടുകുത്തി നിന്ന് ഓരോ ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഓരോ രഹസ്യത്തിനിടയിലും പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി 2 ലക്ഷം രൂപ എനിക്ക് കിട്ടുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരാൾ 1 ലക്ഷം രൂപ തന്നു. അതേപോലെ തന്നെ പിന്നെ കിട്ടിയത് ഒരു 90,000 രൂപയാണ്. അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ 2 ലക്ഷം ഞാൻ ചോദിച്ചിട്ട് 190 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഇന്നപ്പോൾ ഞാൻ മാതാവ് ബാക്കിയുള്ളത് തന്നിരിക്കും, എനിക്കൊരു ഉറപ്പായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ തന്നെ എൻ്റെ ഒരു ആങ്ങളുടെ മോള് എനിക്കൊരു 10,000 രൂപ ഇട്ട് തന്നോണ്ട്, ആൻറ്റി ഞാനൊരു 10,000 രൂപ ഇട്ട് തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ച 2 ലക്ഷം രൂപ ആ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തന്നു. ഞാൻ ഓടി വന്ന മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നന്ദി പറയുകയും ചെയ്തത്. മാതാവ് നീ എന്നെ എത്രമാത്രം കരുതുന്നുണ്ടെന്ന്, എൻ്റെ സങ്കടങ്ങളിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഈ മാതാവിനോട് പ്രാർത്ഥിച്ച് ആ ശക്തി കിട്ടുമ്പോഴാണ്. ഒപ്പം ഈശോ എന്നെ ഒത്തിരിയേറെ ഈശോയുടെ ആ സ്നേഹത്തിലേക്ക് ഈ മാതാവിലൂടെ എന്നെ അടുപ്പിച്ചിട്ടുള്ളത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ കിട്ടാനായിട്ടൊക്കെ ഒത്തിരിയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ഉടമ്പടിയിലൂടെ. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ ഞാൻ അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാൻ പോകുന്നു ഒരു അനാഥാലയത്തിൽ. അതുപോലെ ഞാനിന്ന് പ്രാർത്ഥിക്കും, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെയൊക്കെ കുളിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ പോകുള്ളൂ. പക്ഷേ അപ്പം ഞാനൊരു ദിവസം ഇതേപോലെ പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് 2-3 അമ്മച്ചിമാരെ കൂടി കുളിപ്പിക്കാൻ പറ്റണേ, ഒരു 6 അമ്മച്ചിമാരെ എനിക്ക് കുളിപ്പിക്കാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ അന്ന് 6 അമ്മച്ചിമാരല്ല 8 അമ്മച്ചിമാരെ കുളിപ്പിക്കാൻ പറ്റിയായിരുന്നു. അത് കിടപ്പായ രോഗികളാണ്. അപ്പോൾ വേഗം കുളിപ്പിക്കാനായിട്ട് സാധിച്ചു. ഒരാൾ സഹായിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും പോയി 3 അമ്മച്ചിമാരെ കുളിപ്പിക്കാനായിട്ട് ആ അമ്മച്ചിമാരുടെ സ്നേഹവും കരുതലും, അതേപോലെ തന്നെ വിവാഹത്തിന് മുമ്പായിട്ട് അമ്മച്ചിമാരുടെ അടുത്ത് എൻ്റെ മോനെ കൊണ്ടുപോയി അവരുടെ ഒരു അനുഗ്രഹം കിട്ടാനായിട്ടും എനിക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഫുഡ് കൊടുക്കാനായിട്ടാണെങ്കിലും അംഗവൈകല്യമുള്ള കുറച്ച് പേര് താമസിക്കുന്ന ഒരു ഭവനമുണ്ട്. അവിടെയെല്ലാം ഇടയ്ക്ക് കൊണ്ടുവന്ന് ഫുഡ് കൊടുക്കാനും, പിന്നെ മറ്റുള്ളവരെ ആരായാലും സഹായവശനം ആര് വന്നു കഴിഞ്ഞാലും അവരെ സഹായിക്കാനായിട്ട്, സാമ്പത്തികമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടാണെങ്കിലും സഹായിക്കാനായിട്ട് ഈ ഉടമ്പടിയിലൂടെയാണ് എനിക്ക് അതിനൊരു ശക്തി ലഭിച്ചത്. മാതാവാണ് എൻ്റെ കൂടെ നടന്ന് അതിനുവേണ്ടി ശക്തി തന്നത്. മാതാവ് എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറ്, മാതാവേ നീ തിടുക്കത്തിൽ പോയി എലീശാമയെ സന്ദർശിച്ച് അവരെ ശുശ്രൂഷിച്ചതുപോലെ തന്നെ
ആ ഒരു തീഷ്ണതയോടുകൂടി എനിക്ക് അമ്മച്ചിമാരെ കുളിപ്പിക്കാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള കൃപ തരണമേന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ, എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഞാൻ ഓരോ പ്രാവശ്യവും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും എല്ലാം ആ മാതാവിനും കിട്ടുന്ന ഒരു നന്ദിയായിട്ട് മാതാവിനും നന്ദി. ഈശോയെ ആരാധന, ഈശോയെ സ്തോത്രം, ഈശോയെ മഹത്വം. കഴിഞ്ഞ 4 വർഷത്തിനിടയിലും 3 കമ്പനി മാറിയ വ്യക്തിയാണ് ഞാൻ. ഇതുകൊണ്ട് തന്നെ നല്ല ഒരു സാമ്പത്തിക പ്രോബ്ലം ഉണ്ടായിരുന്നതിന് കാരണം ഞങ്ങളുടെ വീടിൻ്റെ കാര്യവും എൻ്റെ കല്യാണത്തിൻ്റെ കാര്യവും ഒക്കെ അവതാളത്തിലായിരുന്നു. അമ്മച്ചിയുടെ ഈ ഒരു ഭക്തി കാരണം മാത്രമാണ് ഞങ്ങളുടെ ഇതൊക്കെ ഒരു നിലയിലെത്തിയത്. കഴിഞ്ഞ 21-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം. എൻ്റെ വൈഫ് വരാനിരിക്കണമായിരുന്നു. അവൾക്ക് പനി ആയതുകൊണ്ട് വരാൻ ഇന്ന് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനായി അനുഗ്രഹിച്ച ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സാക്ഷ്യം പറയുവാനായി വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. 2019 നവംബർ 18-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് കോവിഡിൻ്റെ ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് എനിക്ക് ആ ഉടമ്പടി തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല. പേര് സാലി വർഗീസ്, നേരിമംഗലത്ത് നിന്നാണ് വരുന്നത്. 2022 നവംബർ മാസം 23-ാം തീയതിയാണ് ഞാൻ വീണ്ടും ഉടമ്പടി എടുക്കുന്നത്. അപ്പം ഞാനിങ്ങനെ 2018 ഈ കൃപാസനം പത്രം ധാരാളമായിട്ട് എൻ്റെ കൈകളിൽ കൂടി വന്നു പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ മാതാവ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ബസ് വരുന്നുണ്ടായിരുന്നു. അവരും എന്നെ കൂട്ടി ഞങ്ങൾ കുറേ പേര് കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ 2022 മുതൽ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. 40 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദനയായിരുന്നു. ആ തലവേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യണമെന്നറിയില്ല. അതേപോലെ ബുദ്ധിമുട്ടായിരുന്നു. പല ആശുപത്രികളിൽ കാണിച്ചു, ഒരു സൗഖ്യവും കിട്ടിയില്ല. അങ്ങനെ ഞാൻ കോലഞ്ചേരി മെഡിക്കൽ മിഷനിലെ ന്യൂറോയിലെ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ എനിക്ക് 6 മാസം വീതം മരുന്നിന് കുറിച്ച് തരും. അത് കഴിക്കും, വീണ്ടും അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഞാൻ വീണ്ടും കഴിക്കും. അങ്ങനെ കുറേ നാൾ അങ്ങനെ ശീലിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്നേ. അപ്പോൾ വന്ന ആദ്യമേ തന്നെ ഉടമ്പടിയിൽ ആദ്യം നിയോഗം വെച്ചത്, മാതാവേ എൻ്റെ ഈ തലവേദന എനിക്കൊന്ന് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് അതുവരെ ഉണ്ടാകാതിരുന്നതിനേക്കാൾ ശക്തിയായ തലവേദനയായിരുന്നു. പക്ഷേ ഞാൻ 2 ഗുളിക കഴിച്ചു വീടെത്തുന്നിടം വരെ. എന്നിട്ട് വീട്ടിൽ ചെന്ന് കുളിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. നേരം വെളുത്തിട്ട് പിന്നെ ഇന്ന് ഈ സമയം വരെ എനിക്ക് ആ മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, വർഷങ്ങളായി ഞങ്ങളുടെ കിണറിൽ വെള്ളം വറ്റിപ്പോകുമായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കിണറിൽ ധാരാളമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഭവനമില്ലായിരുന്നു. ഒരു ഭവനത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2024 മെയ് മാസത്തിൽ ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി. അങ്ങനെ വീട് കാണാനായിട്ട് പല വീടുകളും കണ്ടു, ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കാണാൻ പോയി ഒരു വീട്. അവിടെ ചെന്നപ്പോൾ അത് കുറേ വലിയ വീടാണ്, പക്ഷേ അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം എന്നിട്ട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് ബ്രോക്കറോട് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. അതിനുശേഷം വീണ്ടും കുറേ വീടുകൾ കണ്ടു, എന്നിട്ടൊന്നും ശരിയാവണില്ല. അപ്പം ആ ബ്രോക്കർ തന്നെ പറഞ്ഞു, നിങ്ങൾ ആദ്യം കണ്ട വീട് തന്നെ ഒന്നും കൂടി കാണ്, അത് നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട് തന്നെ വീണ്ടും വന്ന് കണ്ടു. അങ്ങനെ ഞാനിങ്ങനെ മാതാവിനോട് ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നിനക്കായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഭവനമാണിത്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറയുകയാണ്, മാതാവേ എനിക്കിത് വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 രൂപ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത്
നല്ലൊരു എമൗണ്ട് കൊടുത്ത് ആ വീട് ഞങ്ങൾക്ക് വാങ്ങിക്കുവാനായിട്ട് കഴിഞ്ഞു. 10 സെൻറ്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ആ ഭവനത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ വീട് താമസത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞായിരുന്നു, ഈ ഭവനത്തിൻ്റെ താക്കോലുമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഈ ഭവനത്തിൽ താമസിക്കുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ ആ താക്കോലുമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് താക്കോല് കാണിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് ഈ ഭവനത്തിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത്. അതെനിക്ക് മാതാവ് ഈശോയും തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. 3 വർഷം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റി. നിരവധിയായ രോഗസൗഖ്യങ്ങൾ അതിലൂടെ എനിക്ക് കിട്ടി. എൻ്റെ കുടുംബത്തിനും നല്ലൊരു അനുഗ്രഹമായിരുന്നു. ഞാനും എൻ്റെ മക്കളും കൂടിയാണ് ആ ജപമാല റാലിയിൽ പങ്കെടുത്തത്. വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ജീവിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. അങ്ങനെ ഞാൻ യെശയ്യാ 45:2-3 വാക്യങ്ങൾ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും. ഞാൻ നിനക്ക് മുമ്പായി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അവ ഭൂമിയെ നനച്ച് വിതപ്പാൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും ലഭ്യമാക്കുന്നു എന്ന വചനവും, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനവും, ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു വരുമെന്ന വചനവും ഞാൻ നിരന്തരമായി ഉരുവിട്ട് പ്രാർത്ഥിക്കും. അതുമൂലം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കും. എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടട്ടെ എന്ന് ഈശോയോടും മാതാവിനോടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചതിലൂടെ എനിക്ക് 30 വർഷത്തോളമായിരുന്ന ഗ്യാസ് അസിഡിറ്റിയുടെ പ്രോബ്ലം, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു നുള്ളു ഉപ്പിട്ട് ഞങ്ങളെല്ലാവരും വീട്ടിൽ കഴിക്കും. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഭക്ഷണം. പിന്നെ എനിക്ക് ഡ്രൈവിങ് പഠിച്ച് 2 വീലറിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച കാര്യമായിരുന്നു അത്. ഈ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നേക്കാൾ പ്രായം കുറഞ്ഞ 10ഉം 20ഉം വയസ്സൊക്കെയുള്ള പിള്ളേരെല്ലാം തോറ്റുപോയി ടെസ്റ്റിൽ. പക്ഷേ മാതാവ് എന്നെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതിലെനിക്ക് മാതാവിനോടും ഈശോയോടും കോടാനുകോടി നന്ദി പറയുന്നു. ആത്മീയമായിട്ട് രാവിലെയും വൈകിട്ടും സന്ധ്യാപ്രാർത്ഥനയും വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം വെളുപ്പിന് 5 മണി 5:20 ആകുമ്പോഴേക്കും ഞാൻ എണീറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങും. അങ്ങനെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. പിന്നെ ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യും. ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന സാക്ഷ്യങ്ങൾ ഒരു 99% ഞാൻ കാണാറുണ്ട്. അത് ആർക്കാണോ ആവശ്യം അവർക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി 5-6 കെട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട്. അത് കൊണ്ടുപോയിട്ട് എനിക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കും. പിന്നെ പോകുന്ന വഴിയിലും ബസ്സിലും എല്ലാം ആളുകൾക്ക് കൊടുക്കും. പിന്നെ ഓർഫനേജിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഈശോയും മാതാവിനെയും പറഞ്ഞ് പരിചയപ്പെടുത്തും. അവർക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കും. അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യും. പിന്നെ ഓർഫനേജിൽ ഫുഡ് കൊടുക്കാനായിട്ട് എനിക്ക് പല സമയങ്ങളിലും സാധിച്ചിട്ടുണ്ട്. പിന്നെ വിശന്ന് വരുന്നവരെ കണ്ടാൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു കൃപ, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കാനും, അന്നു വേണ്ട ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അവർക്കെല്ലാം ഞാൻ എൻ്റെ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ മാത്രമാണ്. എനിക്കൊരു കഴിവുമില്ല. അങ്ങനെ ഈ ഉടമ്പടി വഴിയായി എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ കോടാനുകോടി. എൻ്റെ പേര് അനഘ മാർട്ടിൻ. ഇതെൻ്റെ അമ്മ മേരി ഗ്ലാഡീസ്. ഞാൻ ചേർത്തല ഒറ്റമശ്ശേരി സെൻറ്റ് ജോസഫ് ഇടവക അംഗമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ ജീവിതത്തെ ഇത്രയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയ്ക്കും മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 മാർച്ച് 7-ാം തീയതിയാണ്.
ഞാൻ ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് 2023 നവംബറിൽ പോയി എക്സാം എഴുതിയിരുന്നു പൂനെയിൽ. പക്ഷേ ഒന്നും കിട്ടിയില്ല. അവിടെ പോയി അത്യാവശ്യം കുറേ കാശ് മുടക്കിയാണ് അവിടെ പോയി എഴുതിയത്. പക്ഷേ ഒന്നും കിട്ടിയില്ല. വളരെ നിരാശയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എക്സാം എഴുതണമെങ്കിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞെങ്കിൽ പോയി ഉടമ്പടി എടുക്ക്, കൃപാസനത്തിൽ ഉടമ്പടി എടുക്ക്. കാര്യം ഞങ്ങളിവിടെ അടുത്തുള്ളതാണ്, ഇവിടെ ഇടക്കിടക്ക് വരാറുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ട് ഉടമ്പടി എടുത്തിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഉടമ്പടി എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് മടിയാണ്. എനിക്ക് 5:30 എന്ന് പറയുന്ന സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാര്യം 8 മണി 9 മണിക്ക് എണീക്കുന്ന ആളാണ് ഞാൻ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 16 വയസ്സിൽ ഉള്ളവർക്ക് വരെ ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ്. പള്ളിയിൽ പോകാൻ ഞാൻ ഞായറാഴ്ചകളിലും മുടക്കാറില്ല, വെള്ളിയാഴ്ച ദിവസങ്ങളിലും പോകാറുണ്ട്. പക്ഷേ എല്ലാ ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം പിന്നെ 5:30 എണീറ്റ് ചൊല്ലാനും പിന്നെ ഉറക്കം പോകുമെന്നുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞെങ്കിൽ അമ്മ എടുക്ക്, ഞാൻ എടുക്കുന്നില്ല, എനിക്ക് എണീക്കാൻ പറ്റത്തില്ല എന്നുള്ള ഇത് കാരണം ഞാൻ അമ്മച്ചിനെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കി. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, നിനക്കിപ്പോൾ 10-18 വയസ്സിൽ കൂടുതലുണ്ട്, അപ്പോൾ നീ തന്നെ എടുക്കണം. അങ്ങനെ ഞാൻ ഒരു ഇതില്ലാതെ പിന്നെ ഞാൻ വന്ന് എടുത്ത്. കാര്യം മാതാവിന് നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വന്ന് എടുത്ത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ സ്വന്തമായിട്ട് മെയിൽ വെച്ച് എനിക്ക് ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. എക്സാം എഴുതി എനിക്ക് ഒരു മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു മൊഡ്യൂൾ, അപ്പോൾ ഞാൻ ഓക്കെ ഒരു മൊഡ്യൂൾ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്ത് പിന്നെ മെയിൽ അയക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഞാൻ അയച്ച്. അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ അയച്ച് എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ പിന്നെയും ആദ്യം ഞാൻ എഴുതിയത് ഷ്രൈബനാണ്, അതായത് റൈറ്റിങ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റീഡിങ് എഴുതി. അങ്ങനെ അതിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് പിന്നെ 3-ാം തവണ ആയപ്പോൾ മെയിൽ അയച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അവർ തരാൻ സാധ്യത കുറവാണ്. അങ്ങനെ ഞാനൊരു ഏജൻസിനെ കണ്ടെത്തി. അവർ മെയിൽ അയച്ചിട്ട് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടി, അവിടെ ഡേറ്റ് കിട്ടി. അപ്പോൾ ഞാൻ 3-ാമത് എടുത്തപ്പോൾ ഞാൻ ബാക്കിയുള്ള ഹിയറിങ്ങും സ്പീക്കിങ്ങും കൂടി ഞാൻ രണ്ടും കൂടി എടുത്തപ്പം അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും സമയം പോവുകയാണല്ലോ എന്ന് ഓർത്ത് ഞാൻ രണ്ടും കൂടി എടുത്ത് അവിടെ എക്സാമിന് ചെന്നപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങിയ പിള്ളേർ പറഞ്ഞ് പുതിയ ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പഴയ ടോപ്പിക്ക് തന്നെ എനിക്ക് പേടിയാണ്. നമ്മുടെ വേറൊരു ഭാഷയായതുകൊണ്ട് പൊതുവേ ഒരു പേടിയാണ്. എനിക്ക് സ്പീക്കിങ് ഭയങ്കര ഇച്ചിരി പേടിയുള്ള ആളാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ തന്നെ എന്നെ വന്ന് അനുഗ്രഹിക്കണം, നീ തന്നെ എക്സാം ഹാളിൽ വന്ന് എന്നെ ജയിപ്പിക്കണം. ഞാൻ എപ്പോൾ പോയാലും ഉടമ്പടി ഉപ്പ് സേവിച്ച് തേനും സേവിച്ചിട്ടാണ് പോകുന്നത്. കാശുരൂപം കൈ കൊണ്ടുപോകാറുണ്ട്, തൈലം പൂശിയിട്ടാണ് ഞാൻ എപ്പോഴും എക്സാമിന് പോകാറുള്ളത്. അങ്ങനെ പക്ഷെ അവിടെ എല്ലാം കയറ്റത്തില്ല അവർ. ഉടമ്പടി കാശുരൂപം അങ്ങനെ അങ്ങനെയൊന്നും കയറ്റത്തില്ല. അവസാനത്തെ എക്സാമിന് പോയപ്പോൾ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അവിടെ ആരോ കള്ളത്തരം കാണിച്ചെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ എല്ലാം മേടിച്ച് വെച്ചു. പക്ഷേ എൻ്റെ കാശുരൂപം ഞാൻ അവർക്ക് കൊടുത്തില്ല. ഞാനത് ഒളിപ്പിച്ച് എൻ്റെ പോക്കറ്റിൽ വെച്ച് എല്ലാ പ്രാവശ്യം ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. എക്സാം ഹിയറിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് കിട്ടുമായിരിക്കും, ഞാൻ എങ്ങനെയെങ്കിലും ജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിന് ഞാൻ ചെന്നപ്പോൾ അവിടെ പേപ്പർ തരും. അത് തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഞാൻ സ്പീക്കിംഗ് എഴുതിയപ്പോൾ കിട്ടിയ സെയിം ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് വന്നത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അതെനിക്കറിയാം, ആദ്യത്തെ ടോപ്പിക്ക് എനിക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഡിസ്കഷൻ എനിക്ക് ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്കിത് ഇച്ചിരി പാടാണ്, എനിക്കത് വിശദീകരിച്ച് പറയാൻ എനിക്കറിയത്തില്ല, നീ തന്നെ എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ എക്സാം ഹാളിൽ കയറി. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ നീല കളറിൽ ഉടുപ്പ് ഇട്ടേണ്ടി വരും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അവിടെ ഇരുന്ന ആ എക്സാമിനർ ഒരു ബ്ലൂ ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കൊച്ചി, അവൾ പറഞ്ഞേടി നമ്മൾ തോക്കുമെന്ന് തോന്നണ്, ഇച്ചിരി ടഫായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കെന്നാലും മാതാവ് ജയിപ്പിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവളിങ്ങനെ പറഞ്ഞിട്ടപ്പോൾ ഞാൻ കുറച്ച് ഡൗൺ ആയി. അങ്ങനെ കുറച്ച് പേരുടെയൊക്കെ നമ്പർ എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, അവർ എഴുതാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെയും പിന്നെ അവിടെ വന്ന 2-3 പിള്ളേരുടെയൊക്കെ നമ്പർ ഞാൻ വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഇവരെയൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു. പക്ഷേ അവർക്ക് ആർക്കും കിട്ടിയില്ല, പക്ഷേ എനിക്ക് കിട്ടി. രണ്ടും എനിക്ക് കിട്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് സ്പീക്കിങ്ങിനായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിപ്പോയി. അത് മാതാവ് ചെയ്തു തന്ന അത്ഭുതം തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ FSTക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് എനിക്ക് റെഡ് ക്രോസിൽ നിന്ന് കോൺട്രാക്റ്റ് വന്നു. അതായത് ഞാൻ നവംബറിൽ എനിക്കെല്ലാം കിട്ടി. 2024 നവംബറിൽ ഞാൻ പാസ്സായി കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി ആയപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മാർച്ച് ആയപ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടിക്കഴിഞ്ഞ്
ഞാൻ ഉടമ്പടി ഉഴപ്പാൻ തുടങ്ങി. ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ, നമ്മൾ കാര്യം നടന്നു കഴിയുമ്പോൾ കുറച്ചധികം ഉഴപ്പാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പള്ളി പോക്കൽ പതിയെ പതിയെ നിർത്തി. പ്രാർത്ഥന ചൊല്ലണതിലും മടിയായി. അങ്ങനെ അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ VFSൽ ഡേറ്റ് എടുക്കണം. ഡേറ്റ് എടുക്കാൻ വേണ്ടി അവർ പറഞ്ഞ് 3:30 ആകുമ്പോഴാണ് ഇവർ ഓപ്പൺ ആക്കുന്നത്. രാവിലെ 3:30. അങ്ങനെ 5:30 എണീറ്റ് പ്രാർത്ഥന ചൊല്ലാൻ മടിയുള്ള ഞാൻ 3:30 അലാറം വെച്ച് എണീക്കാൻ തുടങ്ങി. അലാറം വെച്ച് ഇത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ ചില സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന ചൊല്ലിട്ട് കിടക്കും. പള്ളി പോകത്തില്ല, പ്രാർത്ഥന ചൊല്ലിട്ട് കിടക്കും. ചില സമയത്ത് പ്രാർത്ഥന ചൊല്ലത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ല. ഞാൻ ആദ്യം വന്നെടുത്തിട്ട് പിന്നെ പുതുക്കിയിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ജൂണിലത്തേക്കാണ് അവരെനിക്ക് തന്നത്. ജൂൺ 1 അവിടെ ചെല്ലണമെന്നുള്ളതിൽ. അങ്ങനെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂണായിട്ട് ഒരു അനക്കവും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. ഞാൻ പല ഏജൻസിനെ കോൺടാക്ട് ചെയ്തിട്ടും ആരും ഡേറ്റ് എടുത്ത് കൊടുക്കുന്നതായിട്ട് ഒരു അറിവുമില്ല. അങ്ങനെ ഞാൻ ജൂൺ ആയപ്പോൾ ഒരു ഏജൻസിനെ കിട്ടി, അവർക്ക് കൊടുത്ത്. പക്ഷേ അവർ ചെറുതായിട്ടൊന്ന് പറ്റിച്ച്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കൊടുത്ത പൈസ എനിക്ക് അങ്ങനെ തന്നെ തിരിച്ച് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു മുംബൈയിൽ ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് പക്ഷേ മുംബൈയിൽ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞില്ല, ബാംഗ്ലൂരൊക്കെ പറ്റത്തുള്ളൂ, കേരളത്തിലുള്ളവർക്ക് ബാംഗ്ലൂരേ പറ്റുള്ളൂ, മുംബൈയിൽ പറ്റത്തില്ലെന്ന്. അങ്ങനെ പിന്നെ അത് മാറ്റി. അപ്പോൾ എൻ്റെ 2 പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ട് ഒന്നും ആയില്ല. VFSൽ ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ നിന്നപ്പോൾ എൻ്റെ ആൻറ്റിമാരെല്ലാവരും പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയ, അത് പുതുക്കിയില്ലല്ല, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, നീ പള്ളിയിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരവില്ല. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനെ സ്വയം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ പറയുന്നുണ്ട് മാതാവേ തന്നെ ഒന്ന് പറയുന്നുണ്ട്, അല്ലാതെ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവൻ പറയണ പോലെ ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ എല്ലാവരും ചോദിക്കുക, നീ പോകുന്നില്ലേ, കാര്യം പാസ്സായിട്ട് 1 വർഷം ആകാറായി, നീ പോകുന്നില്ലേ എന്ന് ചോദിച്ച് അവസാനം അപ്പം ഞാൻ ഇത് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉടമ്പടി പുതുക്കുക. അങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസം 1-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ആശ്വാസം, എന്തോ ശരിയാകുമെന്നുള്ളൊരിത്. അങ്ങനെ സെപ്റ്റംബർ 24-ാം തീയതി തോന്നുന്നു ഞാൻ വന്ന് അച്ഛനെ കണ്ട്. എല്ലാവരും പറഞ്ഞപ്പോൾ പോയി അച്ഛനെ കാണാം. അപ്പം ഞാൻ ഓർത്ത് ഇനി എനിക്ക് പോകണ്ടെന്നാണെങ്കിലും എൻ്റെ വിധി, ചിലപ്പോൾ വിദേശത്തേക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഇതാണെന്ന് ഓർത്ത് ഞാൻ എന്തായാലും അച്ഛനെ വന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി വന്ന് അച്ഛനെ വന്ന് കണ്ട്. അപ്പം അച്ഛൻ എൻ്റെ തലയെ കവിച്ച്, അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന ചേച്ചി, ഇപ്പുറത്ത് നിന്ന ചേച്ചിയോട് നല്ലതായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം ഞാനോർത്ത് എന്നോടും ദേഷ്യപ്പെടുമായിരിക്കും, കാര്യം ഞാനും ഒട്ടും പെർഫെക്റ്റ് അല്ല, ഒന്നും ഞാൻ ചെയ്യുന്നില്ല, എനിക്കൊരു യോഗ്യതയുമില്ല, കിട്ടാനുള്ള ഒരു യോഗ്യതയുമില്ല. അപ്പം ഈ ചേച്ചിനെ വഴക്കിടുന്നുണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. അപ്പോൾ എന്നെ വഴക്കിടുമായിരിക്കും. പക്ഷേ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തോളെ തട്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല, കുറേ നാളെ ഞാൻ ശ്രമിക്കണം, എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ് 19 കാണിക്കണത്, ഏത് 19 എനിക്ക് അറിയത്തില്ല, ഒരു 19 കാണിച്ചു തരുന്നുണ്ട് മാതാവെന്ന് പറഞ്ഞു, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എണീറ്റപ്പോൾ പറഞ്ഞ് നിങ്ങളെല്ലാവരും പോയി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറായി. അങ്ങനെ ഒക്ടോബർ 19-ാം തീയതി ആയിരുന്നു മാതാവിൻ്റെ പ്രേക്ഷിത റാലി. അതിന് ഞാൻ 3 കൊല്ലമായിട്ട് പ്രേക്ഷിതയായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിന് പോയി വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഏജൻസിയുടെ നമ്പർ കിട്ടി. അവർക്ക് മെസ്സേജ് അയച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവർക്ക് മെസ്സേജ് അയച്ച് അവരെനിക്ക് 5 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഡേറ്റ് എടുക്കാൻ അവർ പറഞ്ഞ് ഡേറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച്. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇന്ന ഡേറ്റ് ഉണ്ട്, 10 ഉണ്ട്, 19, 20, 25 ഇതൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ 19-ൻ്റെ കാര്യം ശരിക്കും ഞാൻ പിന്നെ വിട്ട്. ഈ 19 അച്ഛൻ പറഞ്ഞാലും ഞാൻ വിട്ട്. ഞാൻ 25 പറഞ്ഞു. എൻ്റെ കാര്യം എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ശരിയാക്കിയിട്ടില്ല. ഞാൻ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് അങ്ങനെ കുറച്ചൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാൻ 25 പറയാം, അതാകുമ്പം കുറച്ച് എല്ലാം ശരിയാകുമല്ലോ എന്നോർത്ത്, എല്ലാം ശരിയാക്കി എടുക്കാമല്ലോ എന്നോർത്ത് ഞാൻ 25 പറഞ്ഞു. 25 ഇവരോട് പറഞ്ഞ് ഇവർ എടുത്തു കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്ത് അയ്യോ അച്ഛൻ 19 പറഞ്ഞായിരുന്നല്ല എന്നോർത്തത്. അപ്പോൾ പിന്നെ മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഓർത്ത് എന്തായാലും പോകാം. അങ്ങനെ ഞാൻ പോണതിന് മുമ്പ് ഞാൻ എൻ്റെ പാസ്പോർട്ടിലും ഫയലിലൊക്കെ ഞാൻ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് ഇതെനിക്ക് എന്തായാലും ശരിയാക്കി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ട് 1 വർഷം ആയില്ലേ നീ പാസ്സായിട്ട്, അപ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഭയങ്കര പാടാണ് കിട്ടാൻ, റിജക്ഷൻ വന്ന കാര്യം 1 വർഷം ആയതുകൊണ്ട് അവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മാതാവിൽ വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്ന് 19 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് 19 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി എന്ന് വരാനാ അറിയില്ലല്ലോ എന്നോർത്ത് അങ്ങനെ കാത്തിരുന്ന്. അങ്ങനെ ഡിസംബർ 17-ാം തീയതി പിന്നെ ഞാൻ വന്ന് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്ന വഴി എനിക്ക് മെസ്സേജ് വന്നു, അവിടെ നിന്ന് പാസ്പോർട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു. അങ്ങനെ മെസ്സേജ് വന്നപ്പോൾ ഓർത്ത് 2 ദിവസത്തിനുള്ളിൽ വരും. അങ്ങനെ 19-ാം തീയതി ആയപ്പോൾ എനിക്ക് മെസ്സേജ് വന്ന്
എരമല്ലൂർ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചേർത്തലയിലാണ് വരണ്ടേ. അപ്പോൾ എന്താ എരമല്ലൂർ വന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ ടെൻഷനായി. പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് പാസ്പോർട്ട് അവിടുന്ന് അവർ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് അത് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് വിസ അടിച്ച് വന്നിട്ടുണ്ട്. കാര്യം എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് കിട്ടുക, കാര്യം റിജക്ഷൻ വരിക. പക്ഷേ എനിക്ക് മാതാവ് എനിക്ക് വിസ അടിച്ച് തന്ന്, മാതാവ് എനിക്ക് വിസ അടിച്ച് തന്ന്. അതാ പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 6 വാക്യം, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും അത് വായിക്കണം. കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും നമ്മുടെ സുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കർത്താവ് ഉറപ്പായിട്ടും നമ്മളെ സഹായിക്കും. അതിനൊരു സാക്ഷിയാണ് ഞാൻ. കാര്യം ഞാൻ ഉഴപ്പിയപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. ഞാൻ സ്വന്തമായിട്ട് ശ്രമിച്ചപ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയത്. പക്ഷേ മാതാവിനെ അതിൽ ഇടപെടുത്തിയപ്പോൾ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് അതെനിക്ക് സാധിച്ചു തന്നു. ഞാൻ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പോകും. ശനിയാഴ്ചയാണ് എൻ്റെ ഫ്ലൈറ്റ്. ശനിയാഴ്ച മോർണിംഗ് ആണ് എൻ്റെ ഫ്ലൈറ്റ്. ഈ ഉടമ്പടി ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെ, എപ്പോഴും ഉണ്ടാവണം. ജർമ്മനി ചെന്നാലും അവിടെ നിന്ന് കുർബാനക്ക് പോകണമെന്നും അവിടെ എങ്ങനെയെങ്കിലും അവിടെ കുമ്പസാരിക്കണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കണം. പിന്നെ എനിക്ക് വന്ന മാറ്റങ്ങൾ, ഞാൻ കുമ്പസാരിക്കാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പിന്നെ പള്ളിയിൽ പോകാൻ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ അനുഗ്രഹം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ കുമ്പസാരത്തോട് ഭയങ്കര ഒരു ഇതുള്ള ആളാണ്. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മാസത്തിൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പത്രം വാങ്ങി ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ പെട്രോൾ പമ്പിലൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ, അങ്ങനെ എല്ലാവരോടും വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ മാതാവിൻ്റെ പ്രേക്ഷിത വേലക്ക് 3 വർഷമായിട്ട് ഞാൻ പോകാറുണ്ട്, ജപമാല റാലിക്ക്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇനിയും ഞാൻ സഹായിക്കുമെന്ന് ഞാൻ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും മാതാവും ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി റോബി. ഇതെൻ്റെ ഹസ്ബൻഡ് റോബി. ഇത് മൂത്ത മകൾ റോസ്മിൻ. ഇത് ഇളയ മകൾ മരിയ. ഞങ്ങൾ ദുബായിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ 3 പേരും ദുബായിലാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ 3 പേരും അമ്മയ്ക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് 3 പേരും ഒരുമിച്ച് ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. ഏശയ്യ 59:1 ഇപ്രകാരം പറയുന്നു: രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാൻ ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഞാൻ 15/5/2023 ആദ്യമായി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യമായി എടുത്തിരുന്നത്. അത് ഓൺലൈൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് എനിക്ക് അടുത്ത മാസം ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. അതിനും ഒരു 9 മാസം 8 മാസവും 6 മാസം മുമ്പ് എൻ്റെ മകളെയും ഞാൻ ജോലിക്കായിട്ട് ദുബായിലേക്ക് കൊണ്ടുപോയിരുന്നു. അവൾ MBA പഠിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ജോലിക്കായിട്ട് ദുബായിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ മകൾക്ക് നല്ലൊരു കമ്പനിയിൽ അഡ്മിനായിട്ട് ജോലി ലഭിച്ചു. നല്ലൊരു സാലറിയിൽ. എല്ലാവരും പറഞ്ഞു ഭയങ്കര ലക്കാണ്, ഇത്രയും നല്ല സാലറിയിൽ മകൾക്ക് ജോലി ലഭിച്ചത് ഭയങ്കര ലക്കാണെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ആ ജോലി ഒരു 6 മാസമേ തുടർന്നു പോകാനായിട്ട് സാധിച്ചുള്ളൂ. ഇവരുടെ കമ്പനി എംപ്ലോയീസിനെയൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ടെർമിനേഷൻ കിട്ടി ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ സാലറിയിൽ നിന്നാണ് മോളുടെ കാര്യങ്ങളെല്ലാം അടുത്ത കമ്പനിയിൽ പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകാതെ അവൾ അവിടെ തന്നെ മറ്റ് കമ്പനികളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നല്ലൊരു വേക്കൻസി ഒന്നും അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും UAE എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നല്ലൊരു വേക്കൻസി ഒന്നും വന്നില്ല. ആ അവസരത്തിലാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഇനി അടുത്ത മാസം തൊട്ട് ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമത്തോടു കൂടി ഞാൻ ഇരിക്കുന്ന അവസരത്തിൽ എൻ്റെ മൊബൈലിലേക്ക് ആദ്യമായി ഒരു സാക്ഷ്യം ഇങ്ങനെ കയറി വന്നു. ഞാൻ സത്യത്തിൽ ഇവിടുത്തെ അത്ര എനിക്ക് അറിയില്ലായിരുന്നു, ഈ പള്ളിയെക്കുറിച്ച് അത്ര അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ
ഇത് കൊള്ളാലോ, നല്ലതാണല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ കുറേ സാക്ഷ്യങ്ങൾ ഇരുന്നിട്ട് ഞാൻ കണ്ടു, കുറേ ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർക്ക് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റുമെന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ അന്ന് നവംബർ 1 2022 നവംബർ 1-ാം തീയതി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യമായി വെച്ച എൻ്റെ നിയോഗം എനിക്കൊരു ജോലി അടുത്ത മാസം തന്നെ കിട്ടണം എന്നുള്ളതായിരുന്നു. രണ്ടാമത് വെച്ച നിയോഗം എൻ്റെ മകൾക്കൊരു ജോലി ലഭിക്കണം. മൂന്നാമത് വെച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ 25 വർഷമായിട്ടുള്ള മദ്യപാനം അത് ഒന്ന് മാറിക്കിട്ടണം എന്ന് ഞാൻ മൂന്നാമത്തെ നിയോഗമായിട്ട് വെച്ചു. അങ്ങനെ നവംബർ 10 ദിവസം കഴിഞ്ഞു. ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം 5:30 ആകുമ്പോൾ തന്നെ എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥനകളും എല്ലാം വളരെ കൃത്യതയോടെ ചെയ്തു പോന്നു. കാരുണ്യ പ്രവൃത്തികളും എല്ലാം ഞാൻ നമ്മുടെ കയ്യിൽ ഉള്ള പൈസ കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്നും ഓരോ അക്കൗണ്ട് നമ്പറുകൾ, രോഗികളുടെ അക്കൗണ്ട് നമ്പറുകൾ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്കൊക്കെ ഞാൻ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, റാണി, മദ്യം ഇനി എൻ്റെ നാവിൽ ഒഴിക്കില്ല, മദ്യം കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുമുള്ളൂ എന്നെനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്കപ്പോൾ തന്നെ മനസ്സിലായി അത് എൻ്റെ മാതാവ് പ്രവർത്തിച്ചതാണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ മക്കളോട് പറഞ്ഞു, പപ്പ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പപ്പ ഞാൻ മദ്യം കഴിക്കില്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, പപ്പ ഇങ്ങനെ കുറേ മോഹന വാഗ്ദാനങ്ങൾക്ക് നമുക്ക് തന്നിട്ടുണ്ട്, അടുത്ത മാസം ക്രിസ്മസ് ആണ് വരുന്നത്, പിന്നെ ഈസ്റ്റർ വരുന്നുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് മമ്മി തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ക്രിസ്മസും കഴിഞ്ഞു, ഈസ്റ്ററും കഴിഞ്ഞു, 2026 ഇതുവരെ എൻ്റെ ഹസ്ബൻഡ് പിന്നെ മദ്യപിച്ചിട്ടില്ല. അന്ന് ആ 10 ദിവസത്തിനുള്ളിൽ തന്നെ മദ്യപാനം നിർത്തിയതാണ്. പിന്നെ ഡിസംബർ 23 എൻ്റെ ജോലി കഴിഞ്ഞാൻ എത്തി. ജനുവരി 6-ാം തീയതി, ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മകളുടെ ജോലിയുടെ കാര്യമായിരുന്നു. മകൾക്ക് പിന്നെ അത് കഴിഞ്ഞെങ്കിലും നല്ലൊരു ജോലിയൊന്നും പിന്നെയും ലഭിച്ചില്ല. പിന്നെ ഞാൻ ഈ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഇതിൽ ഒരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. അതൊരു 2 മാസമേ അതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1 മാസത്തെ സാലറി അവർ കൊടുത്തുള്ളൂ. അപ്പോഴും ഞങ്ങളാകെ വിഷമത്തിലായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 2-3 മാസം വീണ്ടും ജോലിയില്ലാതിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു കമ്പനിയിൽ ഒരു ചെറിയ ജോലി ലഭിച്ചു. ആ ജോലിയും ഇതുപോലെ 3-4 മാസം ജോലി ചെയ്തെങ്കിലും ഒരു 2 മാസത്തെ സാലറി അതിനും കിട്ടിയുള്ളൂ. പിന്നെ ഞാൻ മനസ്സിൽ പിന്നെ മോളും ഓൺലൈനായിട്ട് ഉടമ്പടി അവിടെ വെച്ച് തന്നെ എടുത്തു. ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുതിയ ജോലിക്ക് കയറിയിട്ട് 4 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, ഞാനിവിടെ വന്നിട്ട് ഒന്ന് തീർത്ഥാടന ഉടമ്പടി ഒന്ന് എടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, ഈ പള്ളിയിലൊന്ന് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നാട്ടിൽ പോകാൻ, ഒരു 10 ദിവസത്തേക്ക് നാട്ടിൽ പോകാൻ വേണ്ടി എനിക്ക് അനുവാദം കിട്ടിയത്. അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്ത് അങ്ങനെ 10 ദിവസത്തേക്ക് നാട്ടിൽ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ ഉടമ്പടിയിൽ ഞാൻ ആദ്യം വെച്ചത് എൻ്റെ മകളുടെ ജോലിയുടെ കാര്യമാണ്. അത് ഞാൻ വെച്ചത് 1 മാസം മുന്നോട്ട് നീട്ടി. ഞാൻ മെയ് 5-ാം തീയതിയാണ് ഞാനിവിടെ മെയ് 15-ാം തീയതിയാണ് ഞാനിവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതിയത് ജൂൺ 10-ന് എൻ്റെ മകൾക്കൊരു നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കണം എന്ന് ഞാൻ എഴുതി. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇവിടെ വരണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ മകൾക്ക് ഒരു ഇൻ്റർവ്യൂ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ വന്നു. നല്ലൊരു കമ്പനിയിൽ നല്ല ഒരു ഇൻ്റർവ്യൂ വന്നു. മകൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തു. പക്ഷേ അവൾ ഓവർ ക്വാളിഫൈഡ് ആയതുകൊണ്ടും പിന്നെ അവളുടെ പൊസിഷനിൽ അവിടെ ഒരു ജോലി ഒരു വേക്കൻസി ഇല്ലാത്തത് കൊണ്ടും അവർ റിജക്റ്റ് ചെയ്തു. ഞാനിവിടെ വന്ന് പിന്നെ ഉടമ്പടിയിൽ ഇത് വെച്ചു. ഉടമ്പടി എടുത്ത് ഞാൻ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി, അന്ന് റിജക്റ്റ് ചെയ്ത ആ കമ്പനിയിൽ നിന്ന് വീണ്ടും അവർ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മാതാവിന് 1000 നന്ദി.
അത് കഴിഞ്ഞപ്പോൾ ആ ജോലിയിൽ തന്നെ അവൾ പഠിച്ച അതേ പൊസിഷനിൽ തന്നെ ഓപ്പറേഷൻസിൽ ലോജിസ്റ്റിക്സിൽ അവൾക്ക് ജോലി ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ സമയത്ത് ഷാർജയിലായിരുന്നു. അപ്പോൾ അവൾക്ക് ജോലി ലഭിച്ചത് ദുബായിൽ കുറേ അകലെയായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ വിഷമായിരുന്നു, കുറേ അകന്നു പോയില്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജൂൺ 9 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഷാർജയിലേക്ക് ഇൻചാർജായിട്ട്, കമ്പനിയുടെ ഇൻചാർജായിട്ട് എനിക്ക് മാറ്റം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വെച്ച ഡേറ്റ് ജൂൺ 10. ജൂൺ 9 എന്നെ ഇങ്ങനെ വിളിച്ച് പറയുന്നു, ജൂൺ 10 അവൾ ഷാർജയിലേക്ക് വന്ന് ആ കമ്പനിയിൽ ഇൻചാർജായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ പരിശുദ്ധ അമ്മ ഈശോ വഴിയായി എൻ്റെ മകൾക്ക് ആ കമ്പനിയിൽ ഇപ്പോഴും നല്ല പൊസിഷനിൽ ജോലി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. അടുത്ത എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരു ഫ്രീലാൻസ് വിസ എടുത്ത് ഞാൻ 7 വർഷമായിട്ട് ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്രീലാൻസ് വിസ സ്വന്തമായി എടുത്ത് ദുബായിലേക്ക് പോകാം എന്ന് മനസ്സിൽ കണ്ട് ഞാൻ ഒരു ട്രാവൽ ഏജൻസിക്ക് ഒരു 1 lakh rupees നൽകി. പക്ഷേ അവർ പറയും നോർമലി ഒരു 10 daysനുള്ളിൽ നമുക്ക് വിസ അപ്രൂവലായിട്ട് വരേണ്ടതാണ്. പക്ഷേ 10 days കഴിഞ്ഞ് 25 ദിവസമായി, പക്ഷേ എൻ്റെ വിസ വന്നില്ല. അവർ പറയുന്നത് പ്രോസസ്സിങ്ങിലാണ് എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഞാൻ വിചാരിച്ചു, ദൈവമേ എൻ്റെ പൈസ നഷ്ടപ്പെട്ടോ, അവരെനിക്ക് വിസ അടിച്ച് തരില്ലേ? ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് കാരണം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പക്ഷേ വിസ 10 ദിവസം കഴിഞ്ഞാൽ വിസ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മാസം മുന്നോട്ടെടുത്ത് ഞാൻ ടിക്കറ്റ് വരെ എടുത്തിരുന്നു. പക്ഷേ എൻ്റെ ടിക്കറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ വിളിക്കുമ്പോൾ അവർ പറയുന്നത് ലോഡിംഗ് എന്നാണ് കാണിക്കുന്നത്, പ്രോസസ്സിങ് നടത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ടിക്കറ്റിന് 6 മണിക്കൂർ മുമ്പേ നമുക്ക് ക്യാൻസൽ ചെയ്താൽ മതി, അതുവരെ നമുക്ക് നോക്കാം, വിസ വരുമെന്ന് അവർ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഓൾഡ് ഏജ് ഹോമിൽ കാരുണ്യ പ്രവൃത്തി രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ എന്നെ ആ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ആ ആൾ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ പോണ ഫ്ലൈറ്റ് ഒരു കുറച്ച് മണിക്കൂറുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം പാസഞ്ചേഴ്സിൻ്റെ സൗകര്യാർത്ഥം നമുക്ക് മുന്നോട്ട് ഒരു 5 ദിവസം കൂടി നമുക്ക് മുന്നോട്ട് ചൂസ് ചെയ്യാം, ആ ഒരു ദിവസത്തേക്ക് നമുക്ക് ടിക്കറ്റ് മാറ്റാം എന്നുള്ളൊരു അറിയിപ്പ് ആൾ ആ സമയത്താണ്, കറക്റ്റ് ആ ടൈമിലാണ് എന്നോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് 5ാമത്തെ ദിവസം തന്നെ ഞാൻ ആ ടിക്കറ്റ് എൻ്റെ മാറ്റിക്കോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വിസ വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ആ 5ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 25 ആയിരുന്നു. പിന്നെ 3 ദിവസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ജപമാല റാലി തുടങ്ങിയായി. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ഇത്രയും ഇവിടെ നിന്നു, ഈ വിസയ്ക്ക് വേണ്ടി നമ്മൾ കാത്തു നിന്നു, ഈ ജപമാല റാലിയുടെ തൊട്ട് അടുത്ത് എനിക്ക് വിസ വന്ന് ഞാൻ പോകുന്നതിൽ നല്ലത് ജപമാല റാലി കൂടിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പിന്നെ വിസ വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് എനിക്കായി. പക്ഷേ 24 ആയിട്ടും എനിക്ക് വിസ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തോളൂ, ഞാൻ അത് കഴിഞ്ഞ് വിസ സാവധാനം വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഞാൻ പിന്നെ ഈ 28 ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാല റാലിയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഒരു തടസ്സവുമില്ലാതെ എനിക്ക് എൻ്റെ വിസ വരണം, കയറി പോകാൻ പറ്റണം എന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ജപമാല റാലി കഴിഞ്ഞ് ചെന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ എൻ്റെ വിസ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ടിക്കറ്റ് എടുത്തു. എനിക്ക് വിസ ക്യാൻസലായതിൽ നമുക്ക് 25% നമുക്ക് നഷ്ടം വരും. അതും പിന്നെ പുതിയ ടിക്കറ്റ് എടുക്കുമ്പോൾ കൂടുതലായി വന്ന പൈസയും അങ്ങനെ 5000 രൂപയോളം ആയിരുന്നു. അത് എനിക്ക് ട്രാവൽ ഏജൻസി ആ പൈസ എനിക്ക് തന്നു. പക്ഷേ ആരും അങ്ങനെ ഒന്ന് ചെയ്യണതല്ല. പക്ഷേ അത് മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. എനിക്കൊരു നഷ്ടവുമില്ലാതെ എനിക്ക് പോവാനായിട്ട് എനിക്ക് വിസ വരികയും ടിക്കറ്റ് എടുക്കാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോവാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകാൻ എൻ്റെ സിസ്റ്റേഴ്സും സഹോദരന്മാരും എല്ലാവരും വന്നു. വണ്ടിയായിട്ട് വന്നിരിക്കുന്ന സമയത്താണ് എന്നെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് വീണ്ടും വിളിച്ചിട്ട് പറയണത്, നിങ്ങളുടെ പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് എൻ്റെ പാസ്പോർട്ടിൽ ECNR ഇല്ലാത്തത് കാരണം പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതെന്നോട് പറഞ്ഞില്ലല്ലോ, ഞാനത് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇന്ന് പോയിട്ട് കാര്യമില്ല, എമിഗ്രേഷനിൽ എന്തായാലും നിങ്ങളെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞു.
ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഇവരോട് എല്ലാവരോടും അങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും ടെൻഷനാവുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഉടമ്പടിയിലാണ്, മാതാവ് എന്നെ കയറ്റി വിട്ടോളും എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ പോയി അവിടെ എമിഗ്രേഷനിലെത്തി. എൻ്റെ ലഗേജൊക്കെ കയറ്റി വിട്ടു. എമിഗ്രേഷനിലെത്തിയപ്പോൾ അവർ പറഞ്ഞു പാസ്പോർട്ട് ക്ലിയറൻസ് നടത്തിയിട്ടില്ല, അപ്പോൾ ഇന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ മാതാവിൻ്റെ കാശ് രൂപം എടുത്ത് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അവർ എന്നെ വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോയി എന്നെ അവിടെ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താണ് പാസ്പോർട്ട് ക്ലിയറൻസ് നടത്താതെ പോകുന്നത്? അതുകൊണ്ടാണ് ഇനി കയറി പോകാൻ എന്തായാലും പറ്റില്ല, ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ചു പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് അത് നടത്തിയിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കയറ്റി വിടണം. എനിക്ക് അവിടെ ആ സമയത്തൊരു ഇൻ്റർവ്യൂ പിറ്റേ ദിവസം, അത് നേരത്തെ പറഞ്ഞിരുന്നതാണ്, പക്ഷേ അത് പിറ്റേ ദിവസം അതിന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. ഈ വിസ വരാത്ത കാരണം ഞാൻ നീട്ടി വെച്ചിരിക്കുകയായിരുന്നു. എനിക്കതിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷേ ഇവരോട് അത് പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല. ഞാനെല്ലാം തകർന്ന മട്ടിൽ ഞാൻ ആ കസേര ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ അവിടെ തന്നെ എല്ലാം തകർന്ന മട്ടിൽ ഞാൻ അവിടെ ഇരുന്നു, മാതാവിനെ മുറുക്കെ പിടിച്ചുകൊണ്ട്. അപ്പോൾ ഒരു സാറ് വേറൊരു റൂമിൽ നിന്നും ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ പഴയ എമിറേറ്റ്സ് ഐ ഡി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ മെമ്മറി ഫുള്ള് പോയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ഒരു ഓർമ്മയില്ല, എന്താ പറയണ്ടതെന്നും അറിയില്ല, ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതൊരു ചെറിയ ഒരു പേഴ്സിലായിരുന്നു, അതെൻ്റെ ലഗേജിൻ്റെ കൂടെ കയറ്റി വിട്ടു, അത് ലഗേജിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു ആ ബാഗ്. പിന്നെ ആ സമയത്താണ് എൻ്റെ മൈൻഡിലേക്ക് ഒരു ചിന്ത പെട്ടെന്ന് തന്നെ വന്നു. ആരോ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി, നിൻ്റെ കയ്യിലിരിക്കുന്ന ബാഗിലേക്ക് നീ ഒന്ന് കൈയിട്ട് നോക്ക് എന്ന് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി. ഞാൻ എൻ്റെ കയ്യിലിരുന്ന ബാഗിലിട്ട് കള്ളിയിലേക്ക് കൈയിട്ട് നോക്കിയപ്പോൾ നേരെ എൻ്റെ കയ്യിലേക്ക് വന്നതായ എമിറേറ്റ്സ് ഐ ഡി ആയിരുന്നു. അത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഇനി നിങ്ങൾക്ക് കയറി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് സമാധാനം, മാതാവ് അവിടെയും എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞ് ഞാൻ അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഈ വന്ന സാറ് തന്നെ അപ്പുറത്ത് വന്നിട്ട്, ഞാൻ അത്രയും ടെൻഷനിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. ആ സാർ എന്നോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ച്, മക്കളൊക്കെ എന്താണ് ചെയ്യണത്, അപ്പോൾ ഞാൻ പറഞ്ഞു ദുബായിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് എൻ്റെ ടെൻഷനെല്ലാം മാറ്റി, ഇനി ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് വിട്ടത്. അതൊക്കെ മാതാവിൻ്റെ വലിയൊരു ഇടപെടലായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. അടുത്തത് എൻ്റെ ഈ ഇളയ മകള്, ഇവളും ദുബായിലാണ്. ഇവൾക്ക് കൊടുക്കാം, അവൾ പറയും, അവളുടെ സാക്ഷ്യം അവൾ പറയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മരിയ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂൺ 9 ഞാനൊരു BSc നേഴ്സാണ്. 2024 ഞാൻ പാസ് ഔട്ട് ആയത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെയോ ആഗ്രഹമായിരുന്നു UK അല്ലെങ്കിൽ കാനഡ എവിടേക്കെങ്കിലും പോകണമെന്ന്. അങ്ങനെ ഞാൻ OET പഠിച്ചു. അങ്ങനെ OET പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കത്രയും എളുപ്പമുണ്ടായില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു OET. അപ്പം ഞാൻ അങ്ങനെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് OET, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നീ ഒന്ന് കൃപാസനത്തിൽ പോ, അവിടെ പോയിട്ട് ഒരു ഉടമ്പടി എടുക്ക്, അപ്പോൾ മാതാവെല്ലാം ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇത് പറഞ്ഞപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല. അതെന്തിനാണ് എടുക്കണേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാനങ്ങ് വിട്ടു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഞാനങ്ങനെ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒരു ഉടമ്പടി എടുത്താലോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുന്നിടത്ത് തന്നെ ഇങ്ങോട്ട് വന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഞാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവരാരും എടുത്തില്ല, ഞാൻ എടുത്തു ഉടമ്പടി. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ ഉടമ്പടി കൊണ്ടുപോയി. അങ്ങനെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഈ UK ഹയറിങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് തന്നെ വീണ്ടും ഒരു കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ OET എഴുതി കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരിതായി. അങ്ങനെ ഞാൻ റാൻഡമായിട്ട് ജസ്റ്റ് ബൈബിളൊന്നും എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അതിലെനിക്ക് മാതാവ് തന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ OET എഴുതണ്ട എന്നുള്ള രീതിക്കാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ മമ്മിയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയാണ് തോന്നണേ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, എന്നാൽ പിന്നെ നീ ദുബായിക്ക് നോക്ക്, DH എഴുതാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ദുബായ് എൻ്റെ ലിസ്റ്റിൽ, എനിക്ക് അങ്ങനെ ചിന്തയേ ഉണ്ടായില്ല ദുബായിക്ക് പോകണമെന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ 2024 പാസ് ഔട്ട് ആയത്. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രഷേഴ്സിനെ എടുക്കുമോ എന്നുള്ളൊരു ഡൗട്ട് വന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഫ്രഷേഴ്സിനെ എടുക്കും എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എന്നാലും ഒരു പേടിയാണ്, വിത്തൗട്ട് എക്സ്പീരിയൻസിൽ വേറൊരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് വേണം. അപ്പോൾ അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായില്ല. അപ്പം മമ്മി പറഞ്ഞു, അതെന്തിനാ പേടിക്കണേ, മാതാവില്ലേ കൂടെ, നീ ഉടമ്പടി എടുത്തിട്ടില്ലേ, അപ്പോൾ മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OET ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ DHA ഞാൻ പഠിച്ചു. എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു, പക്ഷേ മാതാവിൻ്റെ കരുണയാൽ എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നടന്നു. ഡാറ്റ ഫ്ലോ എവറിത്തിങ് എല്ലാം നന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടായിരുന്നു, കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായില്ല.
അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് എന്തിനാ പോണേ, വെറുതെ പോയി തിരിച്ചു വരേണ്ട വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉള്ളിൽ നല്ല വിഷമമുണ്ടായിട്ടും അമ്മ മാതാവ് ഉണ്ടല്ലോ കൂടെ എന്നുള്ളൊരു ധൈര്യത്തിൽ ഞാനങ്ങ് പോയി. ഒരു ജാനുവരി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. എത്തിക്കഴിഞ്ഞിട്ടും ഞാൻ നല്ല രീതിക്ക് കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു 1.5 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഒരുപാട് ഇൻ്റർവ്യൂസ് വന്നു, അതിനൊന്നും ഞാൻ സെലക്ട് ആവുന്നുണ്ടായില്ല. എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. മാതാവിൻ്റെ തൈലം തേച്ചിട്ടാണ് പോവാറ്. ഒരു 9 ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ 9ാമത്തേലാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അതുവരെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, പക്ഷെ നല്ല രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വിതിൻ 1.5 മന്തിൽ എനിക്കൊരു നല്ലൊരു ജോലി തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഒരു ജോലി എന്നതിലുപരി എനിക്ക് ഉടമ്പടി എടുത്തതിൽ മാതാവിനോട് കുറച്ചും കൂടി അടുക്കാൻ എനിക്ക് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് രോഗികളെ കണ്ടു. പിന്നെ പാവങ്ങളെയൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു. രാവിലെയും വൈകിട്ടൊക്കെ ഞാൻ മുടങ്ങാണ്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു. മാതാവിനെ ഒരുപാട് നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ദുബായിലായിരിക്കുമ്പോഴും ഇവിടുന്ന് പത്രം, ഇവിടുന്ന് ഞാൻ അറിയണ ആര് വന്നാലും അവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞു വിട്ട് പത്രം കൊണ്ടിരിക്കും. ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും കൊണ്ടിരിക്കും. അവിടെ ഫിലിപ്പീനുകളും ഒക്കെ പള്ളിയിൽ വരുമ്പം അവർക്കൊക്കെ ഞാൻ മാതാവ് ഇവിടെ ആലപ്പുഴയിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പത്രം അവർക്ക് കൊടുക്കുമായിരുന്നു. ആ പത്രം വായിച്ചാൽ തന്നെ ഒരു അനുഗ്രഹം കിട്ടും എന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് കൊടുക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അടുത്തൊരാൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വാതോരാതെ മാതാവിനെക്കുറിച്ച് ഞാൻ അവരോട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ അവരോട് പറയുമായിരുന്നു. അതുകൂടാതെ കാരുണ്യപ്രവൃത്തിയായി ഞാൻ എന്ത് വിശേഷ ദിവസങ്ങൾ വന്നാലും ഞാൻ ഫേസ്ബുക്കിൽ നിന്നോ ഇതിൽ നിന്നെങ്ങാനും ഈ രോഗികളായിട്ടുള്ളവരുടെ അക്കൗണ്ട് നമ്പറുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 4 ഓണം തിരുവോണം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇത് നോക്കാത്ത കാരണം എനിക്ക് ആരും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ സ്റ്റാറ്റസിൽ ഞങ്ങളുടെ സമീപത്ത് തന്നെയുള്ള ഒരു സഹോദരൻ 23 വർഷമായിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സഹോദരനാണ്. ആ സഹോദരൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാണ് വേറെ ആൾക്കാരെയൊക്കെ തരയുന്നത്, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ സഹോദരന് സഹായം ചെയ്തു. അപ്പോൾ ആ സമയത്ത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അവിടെ ജബലലി പള്ളിയിൽ 1,00,000 ജപമാല എല്ലാവരും യൂണിറ്റിലുള്ള എല്ലാവരും ചെല്ലാം എന്നുള്ളൊരു ഇത് ഞാൻ മാതാവിനോട് നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു. മാതാവേ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മദിനമാണ്. എനിക്ക് സമയമുള്ള സമയത്തോളം ഞാൻ മാതാവിന് ജപമാല ചെല്ലാം. മാതാവ് അന്നേ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. കറക്റ്റ് സെപ്റ്റംബർ 8 ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് വന്ന് ഒരു ജപമാല ചെല്ലാം എന്ന് വിചാരിച്ച് ഞാൻ മുട്ടുകുത്തി ജപമാല ചൊല്ലി എഴുന്നേറ്റ് അപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അത് എനിക്കൊരു പാർട്ട് ടൈം ഡ്യൂട്ടിയുടേതായിരുന്നു. ഞാൻ ഒരു സഹോദരന് 5,000 രൂപ സഹായം ചെയ്തപ്പോൾ 20,000 രൂപ എക്സ്ട്രാ എനിക്ക് കിട്ടത്തക്ക രീതിയിൽ വെറും ഒരു 1.5 അവേഴ്സ് ഡ്യൂട്ടി മാത്രമുള്ള ഒരു പാർട്ട് ടൈം ഡ്യൂട്ടി എനിക്ക് കിട്ടി. അത് മാതാവ് എനിക്ക് ഗിഫ്റ്റായിട്ട് കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ മാതാവ് എനിക്ക് തന്നു. മാതാവിന് 1000 നന്ദി. അതുപോലെ ഞാനിവിടുന്ന് കൃപാസന പത്രം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞാൻ പോണ വഴിയിൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഞങ്ങൾ വൈറ്റില, ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് വന്നത്. ഞങ്ങൾ വൈറ്റില ഹബ്ബിലെത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഈ കൃപാസന പത്രം പുറത്തെടുത്ത് അതിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് അർഹതയുള്ളവരുടെ കയ്യിൽ കിട്ടണേ എന്ന് അവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് ഇങ്ങനെ തരംതിരിച്ച് വെച്ചു കൊടുക്കാൻ എളുപ്പത്തിന്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ അത് കൊടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഞങ്ങൾ കൊണ്ടുപോയ 3 കെട്ട് പത്രവും അപ്പോൾ തന്നെ ഞങ്ങൾ കൊടുത്ത് തീർത്തു. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ എനിക്കുണ്ടായ ദൈവാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും കൂടി ടൗണിലേക്ക് പോവുകയായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് പ്രാർത്ഥന വളരെ കുറവായിരുന്നു, ജപമാല ചെല്ലലൊക്കെ വളരെ കുറവായിരുന്നു. ആ ടൈമിൽ ടൗണിൽ എത്തുന്നതിന് ലാസ്റ്റ് 3 സ്റ്റോപ്പ് മുൻപ് ഒരു സിസ്റ്റർ ബസ്സിൽ കയറിയിട്ട്, അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയും ഇരിക്കുകയായിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അനിയത്തി എഴുന്നേറ്റ് കൊടുക്കാൻ
ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും സിസ്റ്റർ പറഞ്ഞു വേണ്ടായിരുന്നോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഇറങ്ങും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു വലിയ പൊതി ഉണ്ടായിരുന്നു. ഈ പൊതി സിസ്റ്റർ എൻ്റെ കയ്യിലേക്കാണ് തന്നത്. ഇതൊന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിൽ എത്തി. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയപ്പോൾ ഈ സിസ്റ്റർ കയറി കഴിഞ്ഞ് പിന്നത്തെ സ്റ്റോപ്പിൽ ഈ സിസ്റ്റർ ഇറങ്ങിപ്പോയി. ഈ പൊതി മേടിക്കാതെ ഇറങ്ങിപ്പോയി. ഞങ്ങൾ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ബാക്കിലേക്ക് നടന്ന് വന്ന് നോക്കിയപ്പോൾ ഈ സിസ്റ്ററെ അവിടെ കണ്ടില്ല. പിന്നെ എവിടെ കൊടുക്കുമെന്നറിയാണ്ട് ഞാനത് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇത് തുറന്ന് നോക്കിയപ്പോൾ വലിയൊരു നിത്യസഹായ മാതാവിൻ്റെ ഒരു രൂപമായിരുന്നു, കടലാസിൽ പൊതിഞ്ഞൊരു രൂപമായിരുന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ എനിക്ക് തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി ആ രൂപം എൻ്റെ കയ്യിൽ തന്ന് അടുത്ത സ്റ്റോപ്പിൽ ആ സിസ്റ്റർ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അത് പരിശുദ്ധ അമ്മ തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടായി. അതുപോലെ ഞങ്ങളവിടെ എല്ലാ ഫ്രൈഡേസിലും ദുബായിൽ ഒരു മരുഭൂമിയിൽ ഒരു വെള്ളിയാഴ്ച പ്രയറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വചനപ്രഘോഷണം, ജപമാല, ആരാധന ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ച ഏത് ചൂടിലും തണുപ്പിലും ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും മുടങ്ങാതെ ഞാൻ പോകുമായിരുന്നു. അവിടെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ തുറസായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ അടയാളങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല. മാതാവിനോട് അന്ന് ഞാൻ ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് വചനം പറയാൻ വരുന്ന ആൾ ഗ്രേ കളർ ഷർട്ടിട്ട് വരണം എന്ന് ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ജപമാല കഴിഞ്ഞപ്പോഴത്തേക്കും വചനം പറയാനുള്ള ആൾ മുന്നോട്ട് കയറി വന്നു. ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഗ്രേ കളർ ഷർട്ടിട്ടായിരുന്നു ആ ബ്രദർ വന്നിരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. മാതാവിൻ്റെ നല്ല സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് മാതാവ് അവിടെ വെച്ച് എനിക്ക് തെളിയിച്ചു തന്നു. അതുപോലെ കഴിഞ്ഞ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് മാതാവിനെ വാഗ്ദാന പേടകത്തിലേക്ക് വഹിക്കാനുള്ള ഒരു വലിയ ഭാഗ്യവും എനിക്കുണ്ടായി. ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, മാതാവേ, എനിക്ക് സുഗന്ധമൊന്നും കിട്ടുന്നില്ല. എല്ലാവരും സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയും സുഗന്ധം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉടമ്പടി അവിടെ മാതാവിനെ വഹിക്കുന്ന അവിടെ നിന്നപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് കൃത്യം മാതാവിനെ തന്നെയാണ് കിട്ടിയത്. വാഗ്ദാന പേടകത്തിലേക്ക് മാതാവിനെ കൊണ്ടുപോകാനുള്ള വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി